അല്ല നീ പോകുന്നതിന് തീരുമാനിച്ചോ? പോണം. 10-12 കൊല്ലായില്ലടാ. ഇനി പോയിട്ട് അഥവാ അങ്ങനെ പറയരുത്. 12 25 കൊല്ലമായാലും അവൾ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പോയില്ലെങ്കിൽ അത് ശരിയാവില്ലടാ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അല്ലടാ നീ ഇതെടുത്തിട്ടാണോ പോകുന്നേ? ഒരു ദിവസം മൊത്തം ഓടാനില്ല, 500 കിലോമീറ്റർ ഇല്ലേ? എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇപ്പം ഇവൻ മാത്രമല്ലടാ ഉള്ളൂ. പിന്നെ അവളെ കൂട്ടാൻ പോകുമ്പോൾ ഇവനെ കൂട്ടാൻ എനിക്ക് പോകാൻ പറ്റില്ലടാ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ അങ്ങനെയാണ് നിന്നെ തീരുമാനിക്കുന്നത്, നീ പോയിട്ട് വാ. മോനെ, ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് വരിക. ഞാൻ ഈ പ്രവീണ എന്ന് പറഞ്ഞൊരു കുട്ടീനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പൊ അവർ ആദ്യം താമസിച്ച സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ ഇല്ല, അവിടെ നിന്ന് മാറി ഈ ഒരു ഏരിയയിലാന്ന് പറഞ്ഞേ. മോൻ അറിയോ? പ്രവീണല്ലേ? അറിയാം അല്ലേ? വീട് എവിടെയായിരുന്നു? ഈ റോഡിൽ പോയി അവരെ വീട്ടിൽ മുന്നിൽ എത്താം. പക്ഷെ ഇപ്പൊ ഒരു കലിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ പോകാൻ പറ്റില്ല. ആണോ? പിന്നെ ഇതിലെ വീട്ടിലേക്ക് പോകാൻ പറ്റുക? ഇതിപ്പോ കറക്റ്റ് സ്ഥലം. ഇതില് നേരെ പോയ ഒരു ഇടവഴി കാണാം. അവിടുന്ന് ഒരു തോട്ടത്തിൽ കൂടി കയറണം. അപ്പൊ നേരെ പോയാൽ ഒരു മെയിൻ റോഡ് ഉണ്ട്. അതിന്റെ വലതുവശത്ത് തന്നെ ഫസ്റ്റത്തെ വീട്. ആണോ? താങ്ക്സ് മോനെ. ഓക്കെ ഏട്ടാ. ശരി കൂട്ടാ. പിന്നെ ഇനി നമ്മൾ രണ്ടുപേര് മാത്രമല്ല കേട്ടോ, ഒരാളും കൂടെ വരാനുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, അവള് വന്നു കഴിയുമ്പോൾ നിന്റെ ഒരുമാതിരി ഒരു കട്ടറിലൊക്കെ തുള്ളുമ്പോൾ ആ ഒരു കുരുക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പാടില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല ചക്കര കുട്ടനെ നിന്നോണം കേട്ടോ. ആരായിരുന്നു? പ്രവീണന്റെ വീടല്ലേ ഇത്? അതെ, ആരായിരുന്നു? മനസ്സിലായില്ല. നിങ്ങള് പ്രവീൺ ആരായിരുന്നു? എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഹസ്ബൻഡാ, ഞാൻ വിളിക്കാട്ടോ. അതാണോ ആള്? ചെല്ല്, പോയി കണ്ടിട്ടോ. ചെല്ല്. ഈ കരയണ്ട, നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ.